ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡെയിലി ലൈഫിൽ എന്നും ഉപയോഗിക്കുന്ന കുറച്ച് ഇംഗ്ലീഷ് വാചകങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത്. ആ വാചകങ്ങൾ 1 by 1 ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. ഞാൻ രാവിലെ 7 മണിക്ക് എഴുന്നേൽക്കുന്നു അല്ലെങ്കിൽ എഴുന്നേൽക്കാറുണ്ട്. ഐ വേക്ക് അപ്പ് അറ്റ് 7 in the morning. എഴുന്നേൽക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് വേക്കപ്പ്. രാവിലെ, മോർണിംഗ്. ഐ വേക്ക് അപ്പ് അറ്റ് 7 in the morning. ഞാൻ രാവിലെ 7 മണിക്ക് എഴുന്നേൽക്കാറുണ്ട് അല്ലെങ്കിൽ എഴുന്നേൽക്കുന്നു. അവൾ എല്ലാ ദിവസവും രാവിലെ ജിമ്മിൽ പോകുന്നു. ഷീ ഗോസ് ടു ദ ജിം എവ്രി മോർണിംഗ്. എല്ലാ ദിവസവും രാവിലെ, എവ്രി മോർണിംഗ്. പോകുക, ഗോ. ഷീ ഗോസ് ടു ദ ജിം എവ്രി മോർണിംഗ്. അവൾ എല്ലാ ദിവസവും രാവിലെ ജിമ്മിൽ പോകാറുണ്ട് അല്ലെങ്കിൽ പോകുന്നു. ഞാൻ ഈ ആഴ്ച എൻ്റെ സുഹൃത്തിൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. ഐ എം സ്റ്റേയിങ് വിത്ത് മൈ ഫ്രണ്ട് ദിസ് വീക്ക്. താമസിക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് സ്റ്റേ. സുഹൃത്ത്, ഫ്രണ്ട്. ഈ ആഴ്ച, ദിസ് വീക്ക്. ഐ എം സ്റ്റേയിങ് വിത്ത് മൈ ഫ്രണ്ട് ദിസ് വീക്ക്. ഞാൻ ഈ ആഴ്ച എൻ്റെ സുഹൃത്തിൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. 100 ഡിഗ്രി സെൽഷ്യസിൽ വെള്ളം തിളയ്ക്കുന്നു. വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. വെള്ളം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് വാട്ടർ. തിളയ്ക്കുക, ബോയിൽ. വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. 100 ഡിഗ്രി സെൽഷ്യസിൽ വെള്ളം തിളയ്ക്കുന്നു. നാളെ വൈകുന്നേരം 5 മണിക്ക് എൻ്റെ ഫ്ലൈറ്റ് പുറപ്പെടും. മൈ ഫ്ലൈറ്റ് ലീവ്സ് അറ്റ് 5 PM ടുമോറോ. പുറപ്പെടുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ലീവ്. മൈ ഫ്ലൈറ്റ് ലീവ്സ് അറ്റ് 5 PM ടുമോറോ. നാളെ വൈകുന്നേരം 5 മണിക്ക് എൻ്റെ ഫ്ലൈറ്റ് പുറപ്പെടും. ആ മൂലയിൽ നിന്ന് ഇടത്തേക്ക് തിരിയുക. ടേൺ ലെഫ്റ്റ് അറ്റ് ദ കോർണർ. മൂല എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് കോർണർ. ഇടത്, ലെഫ്റ്റ്. തിരിയുക, ടേൺ. ഇടത്തേക്ക് തിരിയുക, ടേൺ ലെഫ്റ്റ്. ടേൺ ലെഫ്റ്റ് അറ്റ് ദ കോർണർ. ആ മൂലയിൽ നിന്ന് ഇടത്തേക്ക് തിരിയുക. നിങ്ങൾ വരുമ്പോൾ ദയവായി എന്നെ വിളിക്കൂ. പ്ലീസ് കോൾ മീ വെൻ യു അറൈവ്. എത്തുക, വരിക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് അറൈവ്. ദയവായി, പ്ലീസ്. വിളിക്കുക, കോൾ. പ്ലീസ് കോൾ മീ വെൻ യു അറൈവ്. നിങ്ങൾ വരുമ്പോൾ ദയവായി എന്നെ വിളിക്കൂ. അദ്ദേഹം ഒരിക്കലും കാപ്പി കുടിക്കാറില്ല. ഹി നെവർ ഡ്രിങ്ക്സ് കോഫി. ഒരിക്കലും എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് നെവർ. കുടിക്കുക, ഡ്രിങ്ക്. ഹി നെവർ ഡ്രിങ്ക്സ് കോഫി. അദ്ദേഹം ഒരിക്കലും കാപ്പി കുടിക്കാറില്ല. ഞങ്ങൾ സാധാരണയായി സ്കൂളിലേക്ക് നടന്നാണ് പോകാറുള്ളത്. വി യൂഷ്വലി വാക്ക് ടു സ്കൂൾ. സാധാരണയായി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് യൂഷ്വലി. നടക്കുക, വാക്ക്. വി യൂഷ്വലി വാക്ക് ടു സ്കൂൾ. ഞങ്ങൾ സാധാരണയായി സ്കൂളിലേക്ക് നടന്നാണ് പോകാറുള്ളത്. അവൾ എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നു. ഷീ ഗോസ് ടു സ്കൂൾ എവറി ഡേ. എല്ലാ ദിവസവും, എവറി ഡേ. പോകുക, ഗോ. ഷീ ഗോസ് ടു സ്കൂൾ എവറി ഡേ. അവൾ എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നു. പ്രഭാത ഭക്ഷണത്തിന് ശേഷം ഞാൻ പല്ല് തേക്കുന്നു. ഐ ബ്രഷ് മൈ ടീത്ത് ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ്. പ്രഭാത ഭക്ഷണം, ബ്രേക്ക്ഫാസ്റ്റ്. ശേഷം, ആഫ്റ്റർ. പല്ല്, ടീത്ത്. തേക്കുക, ബ്രഷ്. ഐ ബ്രഷ് മൈ ടീത്ത് ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ്. സൂര്യൻ കിഴക്കുദിക്കുന്നു. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. സൂര്യൻ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് സൺ. കിഴക്ക്, ഈസ്റ്റ്. ഉദിക്കുക, റൈസ്. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. സൂര്യൻ കിഴക്കുദിക്കുന്നു. ഞാൻ വൈകുന്നേരം പുസ്തകങ്ങൾ വായിക്കാറുണ്ട് അല്ലെങ്കിൽ വായിക്കുന്നു. ഐ റീഡ് ബുക്സ് ഇൻ ദ ഈവനിങ്. വൈകുന്നേരം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഈവനിങ്. പുസ്തകങ്ങൾ, ബുക്സ്. വായിക്കുക, റീഡ്. ഐ റീഡ് ബുക്സ് ഇൻ ദ ഈവനിങ്. ഞാൻ വൈകുന്നേരം പുസ്തകങ്ങൾ വായിക്കുന്നു അല്ലെങ്കിൽ വായിക്കാറുണ്ട്. വാരാന്ത്യങ്ങളിൽ അവൾ ടെന്നീസ് കളിക്കാറുണ്ട്. ഷീ പ്ലേസ് ടെന്നീസ് ഓൺ വീക്കെൻഡ്സ്. വാരാന്ത്യം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് വീക്കെൻഡ്. കളിക്കുക, പ്ലേ. ഷീ പ്ലേസ് ടെന്നീസ് ഓൺ വീക്കെൻഡ്സ്. വാരാന്ത്യങ്ങളിൽ അവൾ ടെന്നീസ് കളിക്കാറുണ്ട്. ഞാനൊരു അധ്യാപകനായി ജോലി ചെയ്യുന്നു. ഐ വർക്ക് ആസ് എ ടീച്ചർ. അധ്യാപകൻ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ടീച്ചർ. ജോലി ചെയ്യുക, വർക്ക്. ഐ വർക്ക് ആസ് എ ടീച്ചർ. ഞാൻ ഒരു അധ്യാപകനായി ജോലി ചെയ്യുന്നു. അവൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. ഹി സ്റ്റഡീസ് എഞ്ചിനീയറിംഗ്. പഠിക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് സ്റ്റഡി. ഹി സ്റ്റഡീസ് എഞ്ചിനീയറിംഗ്. അവൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. ഞാൻ ജോലി ചെയ്യുകയാണ്. ഐ എം വർക്കിംഗ്.
ജോലി ചെയ്യുക, വർക്ക്. ഐ ആം വർക്കിംഗ്, ഞാൻ ജോലി ചെയ്യുകയാണ്. അവൾ ഭക്ഷണം കഴിക്കുകയാണ്, ഷീ ഈസ് ഈറ്റിംഗ്. ഭക്ഷണം കഴിക്കുക, ഈറ്റ്. ഷീ ഈസ് ഈറ്റിംഗ്, അവൾ ഭക്ഷണം കഴിക്കുകയാണ്. അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അവർ കളിക്കുകയാണ്, ദേ ആർ പ്ലേയിങ്. കളിക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് പ്ലേ. ദേ ആർ പ്ലേയിങ്, അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കളിക്കുകയാണ്. അവളിപ്പോൾ അത്താഴം പാചകം ചെയ്യുകയാണ്, ഷീ ഈസ് കുക്കിംഗ് ഡിന്നർ റൈറ്റ് നൗ. ഇപ്പോൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് റൈറ്റ് നൗ. അത്താഴം, ഡിന്നർ. പാചകം ചെയ്യുക, കുക്ക്. ഷീ ഈസ് കുക്കിംഗ് ഡിന്നർ റൈറ്റ് നൗ. അവളിപ്പോൾ അത്താഴം പാകം ചെയ്യുകയാണ്. ഞാനൊരു പുസ്തകം വായിക്കുന്നു അല്ലെങ്കിൽ വായിച്ചുകൊണ്ടിരിക്കുന്നു, ഐ എം റീഡിങ് എ ബുക്ക്. പുസ്തകം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ബുക്ക്. വായിക്കുക, റീഡ്. ഐ എം റീഡിങ് എ ബുക്ക്, ഞാനൊരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ വായിക്കുന്നു. ഇന്ന് അവൻ വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്നു, ഹീ ഈസ് വർക്കിംഗ് ഫ്രം ഹോം ടുഡേ. വീട് എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഹോം. വീട്ടിൽ നിന്ന്, ഫ്രം ഹോം. ജോലി ചെയ്യുക, വർക്ക്. ഇന്ന്, ടുഡേ. ഹീ ഈസ് വർക്കിംഗ് ഫ്രം ഹോം ടുഡേ. അവൻ ഇന്ന് വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്നു. നാളെ ഞങ്ങൾ മ്യൂസിയം സന്ദർശിക്കുന്നു, വി ആർ വിസിറ്റിംഗ് ദ മ്യൂസിയം ടുമോറോ. നാളെ, ടുമോറോ. സന്ദർശിക്കുക, വിസിറ്റ്. വി ആർ വിസിറ്റിംഗ് ദ മ്യൂസിയം ടുമോറോ. നാളെ ഞങ്ങൾ മ്യൂസിയം സന്ദർശിക്കുന്നു. അവൾ പിന്നീട് അവളുടെ സുഹൃത്തിനെ കാണുന്നുണ്ട്, ഷീ ഈസ് മീറ്റിംഗ് ഹെർ ഫ്രണ്ട് ലേറ്റർ. പിന്നീട് എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ലേറ്റർ. സുഹൃത്ത്, ഫ്രണ്ട്. കാണുക, മീറ്റ്. ഷീ ഈസ് മീറ്റിംഗ് ഹെർ ഫ്രണ്ട് ലേറ്റർ. അവൾ പിന്നീട് അവളുടെ സുഹൃത്തിനെ കാണുന്നുണ്ട്. കാലാവസ്ഥ തണുപ്പായിക്കൊണ്ടിരിക്കുന്നു, ദ വെദർ ഈസ് ഗെറ്റിംഗ് കോൾഡർ. കാലാവസ്ഥ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് വെദർ. തണുപ്പ്, കോൾഡ്. കൂടുതൽ തണുപ്പായിക്കൊണ്ടിരിക്കുന്നു, ഗെറ്റിംഗ് കോൾഡർ. ദ വെദർ ഈസ് ഗെറ്റിംഗ് കോൾഡർ. കാലാവസ്ഥ തണുപ്പായിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം തൻ്റെ ഇംഗ്ലീഷ് ഉപയോഗിക്കാനുള്ള കഴിവുകൾ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, ഹീ ഈസ് ഇംപ്രൂവിങ് ഹിസ് ഇംഗ്ലീഷ് സ്കിൽസ്. കഴിവുകൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് സ്കിൽസ്. മെച്ചപ്പെടുത്തുക, ഇംപ്രൂവ്. ഹീ ഈസ് ഇംപ്രൂവിങ് ഹിസ് ഇംഗ്ലീഷ് സ്കിൽസ്. അദ്ദേഹം തൻ്റെ ഇംഗ്ലീഷ് ഉപയോഗിക്കാനുള്ള കഴിവുകൾ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ എഴുതുകയാണ്, ഐ എം റൈറ്റിംഗ് നൗ. ഇപ്പോൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് നൗ. എഴുതുക, റൈറ്റ്. ഐ എം റൈറ്റിംഗ് നൗ, ഞാനിപ്പോൾ എഴുതുകയാണ്. അവർ ഇപ്പോൾ പഠിക്കുകയാണ്, ദേ ആർ സ്റ്റഡിങ് അറ്റ് ദ മൂമെൻറ്റ്. ഇപ്പോൾ, അറ്റ് ദ മൂമെൻറ്റ്. പഠിക്കുക, സ്റ്റഡി. ദേ ആർ സ്റ്റഡിങ് അറ്റ് ദ മൂമെൻറ്റ്. അവർ ഇപ്പോൾ പഠിക്കുകയാണ്. അവൾ ഈ ആഴ്ച യാത്ര ചെയ്യുന്നു, ഷീ ഈസ് ട്രാവലിംഗ് ദിസ് വീക്ക്. ഈ ആഴ്ച എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ദിസ് വീക്ക്. യാത്ര ചെയ്യുക, ട്രാവൽ. ഷീ ഈസ് ട്രാവലിംഗ് ദിസ് വീക്ക്. അവൾ ഈ ആഴ്ച യാത്ര ചെയ്യുന്നു. നമ്മൾ ഇതുവരെ പരിചയപ്പെട്ട ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെൻറ്റൻസസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഈ സെൻറ്റൻസസ് നിങ്ങളുടെ ഡെയിലി കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുക. അങ്ങനെ നിങ്ങളുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഈസി ആക്കുക, നന്നാക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ കുറേ ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെൻറ്റൻസസ് പരിചയപ്പെടാം. അണ്ടിൽ ദെൻ ബൈ.